എടാ പപ്പിക്കുട്ടാ, എന്നാൽ ശരി, ഞാൻ പൊക്കോട്ടേടാ. നീയും എപ്പോഴെങ്കിലും കാണാം. സമയമായി പപ്പിക്കുട്ടാ. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു രൂപം സ്വീകരിച്ച് നിന്റെ അടുത്ത് വന്നത് പോലും. ഇനി പോകണം. അല്ലടാ കൊച്ചു കള്ള, ധൃതി വെക്കാതെ. പൂച്ചക്കുഞ്ഞ് അവിടെ തന്നെയുണ്ട്. അതാ നോക്കൂ, ആ ചുമന്ന പെട്ടിയിൽ ഇപ്പോൾ തന്നെ ഒരു പൂച്ചക്കുഞ്ഞ് പ്രത്യക്ഷപ്പെടും. അതായത് പുതുതാൻ ഇപ്പൊ എന്തായാലും പോവാണല്ലോ. ആ പോണ വഴിക്ക് ഇതിലും സമാധാനവും സന്തോഷവും നിറഞ്ഞ വീടുകൾ ഏതെങ്കിലും താങ്കൾ കണ്ടേക്കാം. അവിടെ ഇതിലും സമാധാനത്തോടെ ഇരിക്കുന്ന വേറെ പപ്പികളും ഉണ്ടാവാം. അവരുടെ ആരുടെങ്കിലും തലയ്ക്ക് കൊണ്ടിട്ടാ പോരെ ആ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന പൂച്ചക്കുഞ്ഞിനെ. ഇതിപ്പോ ഇവിടെ കൊണ്ടിട്ടാ ഞാൻ തന്നെ വേണ്ട അതിന്റെ മാന്ന് കൊള്ളാൻ. ഒന്ന് പോടാ അവിടുന്ന്. ഒരാഴ്ച മുന്നേ ആരോ കൊണ്ട വിട്ടതാ പൂച്ചക്കുട്ടിയെ ഇവിടെ. എടാ നീ അതൊന്നും പേടിക്കണ്ട, ചേട്ടായി അത് ഗീവവേ ഇട്ടോളും. ആർക്കെങ്കിലും കൊടുത്തോളൂടാ, നീ 2 ദിവസം ഒന്ന് കഷ്ടപ്പെടാനേ. എന്റെ പൊന്ന് പപ്പിക്കുട്ട, നീ ആ കാര്യം ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. നിന്നെ ചേട്ടായി എപ്പോ കാണുന്നോ അപ്പോൾ തന്നെ പഴയ മ്യാവിനെ മറക്കും. ഇനി ഇതാണ് പുതിയ മ്യാവു. അപ്പൊ പപ്പിക്കുട്ട, രാത്രിയിൽ യാത്രയില്ല. അപ്പൊ തഥാസ്തു, പോട്ടെ, ബൈ. പരിപാടി മാവുവിന് മാത്രമേ പറഞ്ഞുള്ളൂ അതോ ചേട്ടായുടെ മെഡിക്കൽ പ്ലാൻ പോയോ? ഒരു 5 മിനിറ്റും കൂടെ കിളിപോയ പോലെ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഈ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരായിരുന്നു. പൂതത്താന്റെ തഥാസ്തുവിന്റെ ഡോസ് അല്പം കൂടിപ്പോയോ? താങ്കൾ കുന്നംകുളത്തെ പേരുകേട്ട വൈദ്യൻ കോണാക്കുന്നിലെ അപ്പൻ? അല്ല, നീ എന്നെ ഇവിടെ? ഞാനിപ്പോ എപ്പോഴാ ഇവിടെ വന്നേ? അവിടെ ആഹാ, പൂർത്തിയായി വരുന്നുണ്ട്. എനിക്ക് ഇനിയപ്പം കണ്ടിന്യൂസ് മാന്തി തന്നെ വിധി. ഇതെവിടുന്നാടാ? അയ്യോ എടാ, ഇതൊരു പൂച്ചക്കുഞ്ഞ്. എടാ, ഇത് എവിടുന്നാടാ? ഓ, ഞാൻ ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ. എന്നാണ് അതിന്റെ പേര്? ഞാവോ? എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഓ, ഇതിനെ വെച്ചൊരു വീഡിയോ പ്ലാൻ ചെയ്യണം. 2 കോടിയുടെ പൂച്ചക്കുട്ടി എന്നായിരിക്കും വീഡിയോയുടെ ടൈറ്റിൽ ല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? കൊക്ക് എത്ര കോളം കണ്ടതാ.
എന്തായാലും സൂപ്പറാട്ടോ. പാവം പൂച്ചക്കുഞ്ഞല്ലടാ. പിന്നെ ചേട്ടായി ഇതിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് നമുക്ക് നമ്മുടെ പൂച്ചുവിനെ ഏൽപ്പിക്കാമേ. ഞാൻ കുറച്ച് ബിസി അതുകൊണ്ടാ. പിന്നെ ഇതിന്റെ ട്രെയിനിങ് കഴിഞ്ഞപ്പോ നമുക്ക് ആർക്കെങ്കിലും അഡോപ്ഷൻ കൊടുക്കാലോ അല്ലേ? ആർക്കെങ്കിലും കൊടുക്കണോ ആർക്കെങ്കിലും കൊടുക്കും, എന്നാ കുഴപ്പം. എന്തായാലും നമുക്ക് ഇതിനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. വാ. അപ്പൊ പൂച്ചയിലുള്ള പണി പാഴ്സൽ റെഡി. ഞാൻ നൈസായിട്ട് സ്കൂട്ടായി. ഇവിടെ വേറെ വല്ല പൂച്ച കുഞ്ഞുണ്ടോ? ഇല്ല, പോയേക്കാം. തല പൊള്ളുന്ന വെയിൽ കണ്ടിട്ട് ഒന്ന് കറങ്ങാൻ പോയതാ. അപ്പോഴാ വെയിലത്തൊരു മഴ. ഈ കുറുക്കനെ കൊണ്ട് തോറ്റു. അവന് കല്യാണം കഴിക്കാൻ കണ്ട സമയം. ഞാൻ 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 ഇതെന്തോ ഒരു ദുസൂചനയാണല്ലോ. ഈ പപ്പിയും ചേട്ടായും കൂടെ വല്ല പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ ആക്രി? ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ മഴ പെയ്തത് നന്നായി. നൈസായിട്ടൊന്ന് കുളിക്കാൻ പറ്റി. നിനക്കൊരു സർപ്രൈസ് ഉണ്ട് മോനെ. സർപ്രൈസോ? അതെന്നാ? അതൊക്കെ പറയാം. നിന്റെ ശിഷ്യാവണോന്നും പറഞ്ഞ് നിന്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടടാ. അങ്ങ് പേർഷ്യന്ന്. പേർഷ്യന്നോ? നിന്റെ ഈ തുള്ളിച്ചാട്ടം കാണുമ്പോഴേ എനിക്കറിയാടാ പപ്പി എനിക്കിട്ടുള്ള പണിയാന്ന്. അല്ലടാ, നിന്റെ അഭ്യാസങ്ങളൊക്കെ ലോകപ്രസിദ്ധല്ലേ. നിന്റെ കീഴിൽ തന്നെ അഭ്യസിക്കണോന്നും പറഞ്ഞ് അവള് വന്നേക്കുന്നത്. ചേട്ടാ ഇപ്പൊ എടുത്തോണ്ട് വന്നോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു കൈ നോക്കാം. നിന്നോടെല്ലാം മാനേജ് ചെയ്തോളാന്നാ ചേട്ടായി പറഞ്ഞേക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ലോടാ. ഞാൻ ഇടയ്ക്ക് സൈഡിൽ വന്ന് നിന്ന് കണ്ടോളാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എടുക്കട്ടെ. ഇതാണോ പേർഷ്യൻ പൂച്ചക്കുട്ടി? പപ്പക്കുട്ടാ, അപ്പുറത്തോട്ടെങ്ങാനും മാറിയിരിക്കുവോ? എനിക്ക് ഉറക്കം വരുന്നു. ട്രെയിനിങ് ഒക്കെ പിന്നെ